I am Ennemcien. Let us have a problem from virtual work. I shall read the problem. Using the principle of virtual work, determine the reactions of a beam AB of span 8 meters. The beam carries a point load of 4 kilonewton at a distance of 3 meters from A. This is the question. So AB is the beam. This is supported at two ends. പ്രത്യേകിച്ച് എങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് എടുത്ത് പറയുന്നില്ലെങ്കിൽ സിമ്പിൾ സപ്പോർട്ട് എന്ന് വിചാരിച്ചാൽ മതി. സോ ദാറ്റ് ദി നോർമൽ സപ്പോർട്ട് റിയാക്ഷൻസ് RA and RB are vertically up. Here is the point load 4 kilonewton applied 3 meters away from the end A. ഇത് വെർച്വൽ വർക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കണം. അതിന് ആദ്യം എ ഫിക്സ് ചെയ്തുകൊണ്ട് ഈ എൻഡ് അല്പം ഒന്ന് മുകളിലേക്ക് ടിൽറ്റ് ചെയ്യുക. ഡെൽറ്റ വൈ ബി ഇത്രയും ദൂരം മുകളിലേക്ക് ഈ എൻഡ് ഒന്ന് ടിൽറ്റ് ചെയ്യുക, ഒന്ന് ഉയർത്തുക. എ അപ്പോൾ അനങ്ങണ്ട. അപ്പോൾ ഈ ലോഡ് കൊടുത്ത ഭാഗം സി അതല്പം റേസ്ഡ് ആവും. ഡെൽറ്റ വൈ സി എന്നിരിക്കട്ടെ. മൊത്തം ലെങ്ത് 8 മീറ്ററാണ്. ഇത് 3 മീറ്ററും തന്നിട്ടുണ്ട്. പോയിട്ട് ഇത് 5 മീറ്റർ. ഇനിയും വെർച്വൽ വർക്ക് ഇവിടെ കണ്ടുപിടിക്കണം. എയിൽ എയിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ RA ചെയ്ത വർക്കെന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് RA ഇൻറ്റു 0. നോ ഡിസ്പ്ലേസ്മെൻറ്റ് ഹിയർ. ദെൻ അടുത്തത് 4 kilonewton ഡൗൺവേർഡ് ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ വൈ സി അപ്വേർഡ് ആണ്. നമ്മൾ മുകളിലോട്ടല്ല ടിൽറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ വൈ സി അപ്വേർഡ്. ഫോഴ്സ് ഡൗണും ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പും. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റാണ്. വർക്ക് എപ്പോഴും നെഗറ്റീവാണ്. FS കോസ് തീറ്റ 180 വരുമ്പം കോസ് 180 -1. So work is minus FS. So here it is. Work done by 4 kilonewton എന്ന് പറഞ്ഞാൽ -4 ഇൻറ്റു ഡെൽറ്റ വൈ സി FS. ഇവിടെ ഒരു വർക്ക് കൂടെ കാണാനുണ്ട്. RB എന്ന് പറയുന്ന റിയാക്ഷൻ ചെയ്ത വർക്ക് അത് അപ്വേർഡാണ്. RB ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ വൈ ബിയും അപ്വേർഡാണ്. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഒരേ ഡയറക്ഷനിലാതെ വർക്ക് ഈസ് FS പ്ലസ് FS. സോ ഹിയർ ഇറ്റ് ഈസ് പ്ലസ് RB ഇൻറ്റു ഡെൽറ്റ വൈ ബി. According to the principle of virtual work, this total work should be 0. So equate to 0. This is equal to 0. ഇതിൽ നിന്നും we can solve RB. RA would go, RA into 0 is 0. RB equals 4 into delta YC by delta YB. ഈ ഡെൽറ്റ വൈ സി ബൈ ഡെൽറ്റ വൈ ബി നമുക്ക് ഈ ഫിഗറിൽ നിന്നും കണ്ടുപിടിക്കാം. ട്രയാങ്കിൾസ് ഈ ട്രയാങ്കിളും ഈ ബിഗർ ട്രയാങ്കിളും സിമിലറാണ്. അപ്പോൾ പാരലൽ സൈഡ്സിൻ്റെ റേഷ്യോ ഇക്വേറ്റ് ചെയ്യാം. സോ ഡെൽറ്റ വൈ സി ബൈ ഡെൽറ്റ വൈ ബി ഈക്വൽസ് 3/8. Delta YC by delta YB equals 3/8. Therefore, RB equals 4 into 3/8.
or 1.5 കിലോ ന്യൂട്ടൺ എന്ന് വരും. അപ്പോൾ ആർ ബി കിട്ടി. ഇനി ആർ എ കാണണമെങ്കിൽ ബി ഫിക്സ് ചെയ്തുകൊണ്ട് എ ഒന്ന് ടിൽറ്റ് ചെയ്യണം അപ്വേർഡ്. വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആയി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഡെൽറ്റ വൈ എ, ഈ എൻ്റെ ഉയർന്ന പൊക്കം, ഈ ലോഡ് കൊടുത്തിരിക്കുന്ന ഭാഗം ഉയർന്നത് ഡെൽറ്റ വൈ സി. മുമ്പേ ചെയ്ത പോലെ തന്നെ വെർച്വൽ വർക്കിൻ്റെ സം എടുത്തിട്ട് 0 ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ ആർ എ ഇൻറ്റു ഡെൽറ്റ വൈ എ, എഫ് ഒരേ ഡയറക്ഷനിൽ, രണ്ടും അപ്വേർഡാണ്. അപ്പോൾ പ്ലസ് ആർ എ ഇൻറ്റു ഡെൽറ്റ വൈ സി. ഇവിടെ 4 കിലോ ന്യൂട്ടൺ താഴോട്ടും ഡെൽറ്റ വൈ സി അപ്വേർഡും. അപ്പോൾ മൈനസ് വരും. -4 ഇൻറ്റു ഡെൽറ്റ വൈ സി പ്ലസ് ആർ ബി ഇൻറ്റു 0, നോ ഡിസ്പ്ലേസ്മെൻറ്റ് ഹിയർ. ദിസ് ഈസ് ഈക്വൽ ടു 0, ഫ്രം വിച്ച് ആർ എ ഈക്വൽസ് 4 ഇൻറ്റു ഡെൽറ്റ വൈ സി ബൈ ഡെൽറ്റ വൈ എ. മുമ്പ് അതുകൊണ്ട് സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി എടുക്കാം. അപ്പോൾ ഡെൽറ്റ വൈ സി ബൈ ഡെൽറ്റ വൈ എ ഈക്വൽസ്, ദിസ് ഈസ് 5 by 3, 5 by 8. You substitute this. Therefore, RA equals 4 into 5 by 8. That is 2.5 kilonewton. Our total upward force should be equal to total downward force. Equilibrium. Total upward force is RA plus RB. That should be equal to total downward force. Total downward force is 4 kilonewton. RA plus RB 2.5 plus 1.5, 4. Total downward force is 4. Question is satisfied. Condition is satisfied. ഇനി ആൻസർ എഴുതുമ്പോൾ എക്സാമിനേഷന് ഇത് എടുത്ത് ഇങ്ങനെ രണ്ട് ആൻസർ എഴുതാം. RA ഈക്വൽസ് 2.5 കിലോ ന്യൂട്ടൺ അപ്വേർഡ്. ഇങ്ങനെ ആരോ ഇട്ടാൽ മതി എക്സാമിനേഷൻ. RB ഈക്വൽസ് 1.5 കിലോ ന്യൂട്ടൺ അപ്പ്, എന്നിട്ട് ബോക്സ് കൊടുക്കുക. That is it. Thank you.